ഹിന്ദു ബിംബങ്ങളെയും ഹിന്ദു ഇമേജുകളെയും ഹൈന്ദവ ഒരു ദേശീയതയുടെ ഒരു ചെറിയ മൈൽഡ് ഫോം സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഏത് രാഷ്ട്രീയ കക്ഷിക്കും, അത് സമാജ്വാദി പാർട്ടിക്ക് പോലും അങ്ങനെ നിലനിൽക്കാനാവൂ. അതൊരു പ്രായോഗികതയാണ്. അതിനെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനായി എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ മലന്ന് കിടന്ന് തുപ്പുന്നത് പോലെയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സമസ്ത ആദ്യം ചാട്ടവാറെടുത്തു എങ്കിലും മുസ്ലിം ലീഗ് കുറച്ചുകൂടെ വിവേകം കാണിച്ചു. സമസ്തയും ഇപ്പോൾ കുറച്ചുകൂടെ വഴിക്ക് വരുന്നൊരു മട്ടാണ്. അപ്പം മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറഞ്ഞു നിൽക്കൂ, അത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നതല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞു കോൺഗ്രസിന് അവരുടേതായ നിലപാട് പറയാം. ആ കമ്പൽഷൻസ് മനസ്സിലാക്കുന്നു. പക്ഷേ ആ കമ്പൽഷൻസ് CPM പറ്റില്ല. കാരണം അവർ പൊളിറ്റിക്കൽ റൈവൽസ് ആണ്. CPM ഇന്ത്യയിലെ നിലനിൽപ്പ് കേരളത്തിലെ അവരുടെ അസ്തിത്വത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ശത്രു ഭാരതീയ ജനതാ പാർട്ടിയല്ല, കോൺഗ്രസ് തന്നെയാണ് കേരളത്തിലെ ശത്രു. കേരളം മാത്രമാണ് CPM ഇപ്പോൾ കൈവശമുള്ളത്. ഇനിയാണെങ്കിലും അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത. അത് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പല രൂപത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 55% വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഫോർമുലകളാണ്, വിട്ടുവീഴ്ചയാണ് വേണ്ടത്. എല്ലാവരും കൂടി ഈ മുന്നണിയിലെ കക്ഷികൾ എല്ലാവരും കൂടെ കൈകോർത്ത് കൈപൊക്കി നിൽക്കുന്ന രംഗമുണ്ടല്ലോ, പലയാവർത്തി നമ്മൾ കണ്ടു. അതെല്ലാം അവിയൽ മുന്നണിയായിരുന്നു. അതെല്ലാം മുൻപുള്ള ജനതാ എക്സ്പെരിമെൻറ്റ്, ജനതാദളാകട്ടെ ജനതാ പാർട്ടി ആകട്ടെ അവരൊക്കെ ഭരിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു കോയലീഷൻ തകർന്ന് നമ്മൾ കണ്ടു. ഒരിക്കൽ കൂടി അതുപോലെ ഒരു കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആയ, കുറച്ചുകൂടെ വിശാല അർത്ഥത്തിലുള്ള ഒരു കോയലീഷൻ സിസ്റ്റത്തിന് മാത്രമേ ഒരു സെംബ്ലൻസ് ഓഫ്, ഞാൻ ഫൈറ്റ് ഒന്നും പറയുന്നില്ല, ഒരു സെംബ്ലൻസ് ഓഫ് ഫൈറ്റെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ കഴിയൂ. ഇപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് BJP ഓൾ ദ വേ, യാതൊരു സംശയവുമില്ല. രാമക്ഷേത്രം എന്ന് പറയുന്നത് 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു എന്ന് പറയുന്നത് BJPയുടെ ചരിത്രത്തിലെ ഒരു ഡെലിവറൻസ് കൂടിയാണ്. കാരണം അവരെ പറഞ്ഞത് നടത്തിയിരിക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് മാത്രമാണ് അവരുടെ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ആകെ ബാക്കിയുള്ളത്. യൂണിഫോം സിവിൽ കോഡാണ്. ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തു കളയും, അവരെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. കോടതിയുടെ സഹായത്തോടു കൂടി അവരതിനെ സ്ഥിരീകരിച്ചു. അത് ശാശ്വതമായി അവരുടെ ഒരു പ്രചരണം അവിടെ വിജയിച്ച കാഴ്ചയാണ് കണ്ടത്. കോടതിയുടെ കൂടെ സഹായത്തോടു കൂടി തന്നെ അയോധ്യ വിഷയത്തിൽ ഇവിടെ പരിഹാരമായിരിക്കുന്നു. മനസ്സുകളുടെ മുറിവുകൾ ഉണങ്ങേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ പരിഹാരമായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം വരുമ്പോൾ അതിലും കോൺഗ്രസ് ബെട്ടിലാണ്. അതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് പോലും BJP എടുത്തിട്ടത്, ഇല്ലേ? അതുകൊണ്ടാണ് മഞ്ജുഷ്, അതുകൊണ്ടാണ് ഈ അജണ്ട, ഇതൊരു ഷാർപ്പ് പൊളിറ്റിക്കൽ ബ്രെയിനിൻ്റെ വിഷയമാണ്. ഈ അജണ്ട ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കലയാണ്. അത് കോൺഗ്രസ്സുകാർ ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് വളരെ നല്ല പൊളിറ്റിക്കൽ മാനേജേഴ്സാണ് അവർക്കുള്ളത്. അത് മാത്രമല്ല ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അച്ചടക്കവും ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുകയും അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുകയും, എന്നാൽ യഥാർത്ഥത്തിൽ RSSന്റെ നേതൃത്വം നാഗ്പൂരിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ഓവർസീ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു ചിട്ടയായ പരിവാർ സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ജനാധിപത്യ കക്ഷികളായ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഇല്ല എന്നതാണ് വാസ്തവം.